സുംബ ഡാൻസിന് ഗവൺമെൻറ് വാങ്ങിക്കൊടുക്കരുത് എന്നുള്ള പ്രഖ്യാപനമാണ് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അവകാശവും ആവശ്യവും അറിവും അവഗാഹവും മനസ്സിലാക്കി അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ച എനിക്ക് ഗവൺമെൻറ്റിനോട് ചിലത് പറയാനുണ്ട്. രക്ഷിതാക്കളോടോ സുംബ ഡാൻസുമായി വന്നിട്ടുള്ള പണ്ഡിതന്മാരോടോ അല്ല എനിക്ക് പറയാനുള്ളത്. മറിച്ച് ഗവൺമെൻറ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഭാവിയിൽ വലിയ വിപത്തുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി ഞാൻ നൽകുകയാണ്. സുംബ ഡാൻസിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് ധാരാളം ചർച്ചകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അതിൽ ആരോഗ്യ പ്രശ്നങ്ങളും അതിലുള്ള മറ്റു വിഷയങ്ങളെല്ലാം ഇവിടെ ധാരാളം ചർച്ച ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അത് വെറും താലിബാനിസമാണ് എന്നാണ് പറയുന്നത്. ആ താലിബാനിസം കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ സാധ്യമല്ല, പറ്റൂല എന്ന്. എന്നാൽ എൻ്റെ അഭിപ്രായം അത് താലിബാനിസമല്ല, അത് ഇസ്ലാമിസമാണ്. ഇസ്ലാമിൻ്റെ കൽപ്പനകൾ ആജ്ഞകൾ എന്താണോ അത് അതേപടി പൂർണ്ണമായിട്ട് നടപ്പിലാക്കുക എന്നുള്ള ഒരു ഭാഗമാണ് ഈ സുംബ ഡാൻസ്. അത് ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം. ഇസ്ലാമിൻ്റെ ഓരോ അധ്യാപനങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ, അതിൻ്റെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇത്രയും മുട്ടുസായ ഒരു മതം മറ്റൊരു മതമില്ല. ഇന്ന് ധാരാളം മതങ്ങളുണ്ട്. ആ മതങ്ങളിൽ ഇത്രയും മുട്ടുസായ ഒരു മതം ഇന്ന് ഭൂലോകത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് അങ്ങനെയാണ്. അതിൻ്റെ ഓരോന്നും എടുത്ത് ചർവണം നടത്തി നോക്കിയാൽ മനസ്സിലാക്കാവുന്നത്. ദൈനംദിന ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല. കാരണം ജാതി മതഭേദമന്യേ, വലിപ്പ ചെറുപ്പ വ്യത്യാസമന്യേ, ഏവർക്കും എല്ലാവർക്കും ഏത് സമയത്തും എപ്പോഴും നടന്നു വരുന്ന ഓരോ കാര്യങ്ങൾ അതിലെല്ലാം ഇസ്ലാം ഇടപെടുന്നു, ഖുർആനും ഹദീസും ഇടപെടുന്നു. എന്നിട്ട് അവിടെ എന്താണോ യുക്തിയുണ്ടോ അയുക്തിയുണ്ടോ എന്നൊന്നും നോക്കാതെ എന്താണോ അന്നത്തെ കാലഘട്ടത്തിൽ അവിടെയുള്ള ഒരു വിഭാഗം ഒരു ജനങ്ങളോട് ആരോ എന്തോ പറഞ്ഞോ, ആ പറഞ്ഞത് അറബിയിൽ എഴുതി വെച്ചു. ആ അറബിയിൽ എഴുതി വെച്ചത് ഇന്നും അത് ഇസ്ലാമാണ്, അതാണ് പ്രമാണം, അതാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട് വരുന്ന ഒരു വിഭാഗം പണ്ഡിത പുരോഹിതന്മാരുണ്ട്. അവരോട് എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. നേരെ മറിച്ച് അവർക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഗവൺമെൻറ് ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇസ്ലാമിൽ പറയുന്ന വൃത്തി, ഓരോ വിഷയം മുന്നോട്ട് വെക്കാം. എല്ലാവരുടെയും വിഷയമാണ് ഏതാണ്? ദൈനംദിന ജീവിതത്തിൽ വൃത്തി വേണം, ഭക്ഷണം കഴിക്കണം, ആ ഭക്ഷണം വിസർജിക്കണം, അതിനുശേഷം വിശ്രമിക്കണം. ഈ ഒരു 4 പോയിന്റിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വൃത്തി, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വിശ്രമം, അതിനുള്ള വിശ്രമം. ഈ വിഷയത്തിൽ മാത്രം ഓരോന്നും എടുത്തു പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ആ വിഷയത്തിൽ മാത്രം ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു ഒന്ന് നോക്കുക. ശരി, വൃത്തിയുടെ കാര്യം ഒന്ന് നോക്കുക. വൃത്തിയുടെ കാര്യം സൂറത്തുൽ മാഇദയിൽ 6-ാമത്തെ ആയത്തായിട്ട് പറയുന്നു. നീണ്ടൊരായത്താണ്, അത് ഞാൻ മുഴുവൻ പറയുന്നില്ല. എന്താണ്? വൈദാക്കും തുബിൽ അസ്ലാത്ത്, പിന്നെ നിസ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കൈ കഴുകണം, മുഖം കഴുകണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. വൃത്തിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരി, ഓക്കെ, ഞാൻ അംഗീകരിച്ചു. എന്നിട്ട് പറയുന്നു അതെന്ത് വേണം? വെള്ളം കൊണ്ട് വൃത്തിയാക്കണം. അങ്ങനെ വെള്ളം കിട്ടാത്തൊരു സന്ദർഭം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു പരിഹാരമുണ്ട്, ഒരു ഓപ്ഷനുണ്ട്. എന്താണ്? നിങ്ങൾ ടോയ്ലറ്റിൽ പോയി എന്നിട്ട് ആ ടോയ്ലറ്റിൽ നിന്ന് വെള്ളം കിട്ടിയില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീയുമായിട്ട് സംസർഗത്തിലേർപ്പെട്ടു. ആ സംസർഗത്തിലേർപ്പെട്ട് അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, പക്ഷെ വെള്ളം കിട്ടിയില്ല. അങ്ങനെ അതിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നനവുണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിയാണ്. അങ്ങനെ ഈ നനവുണ്ടാവുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ഒരു പരിഹാരം ഖുർആൻ നോക്കിയാൽ കിട്ടൂല. എന്താ കിട്ടുന്നത്? കിട്ടും. ഖുർആനിൽ നോക്കിയാൽ കിട്ടുന്നത് എന്താണ്? അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഫതഅമ്മമൂ സഈദൻ തയ്യിബാ, നല്ല ശുദ്ധമായ മണ്ണ് പൊടി കൊണ്ട് നിങ്ങൾ തടവുക, തയമ്മം ചെയ്യുക. ശുദ്ധമായ മണ്ണെടുക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി സഈദൻ എന്നതിന് ശുദ്ധമായ മണ്ണ് എന്നല്ല, ഭൂമിയുടെ ഉപരിഭാഗത്തുള്ള ഏത് വസ്തുവും പറ്റും എന്നും ആധുനിക മുഫസ്സിരീങ്ങളായിട്ടുള്ള മുജാഹിദ് വിഭാഗക്കാരൊക്കെ പറയുന്നുണ്ട്. ശരി, എങ്ങനെ ആയാലും വേണ്ടില്ല.
എന്ത് തന്നെയാണെങ്കിലും, എന്ത് വസ്തുവാണെങ്കിലും, മണ്ണല്ല, മണ്ണിൻ്റെ പുറമെയുള്ള മണ്ണാങ്കട്ട ഏത് എടുക്കുകയാണെങ്കിലും, എന്ത് മണ്ണാങ്കട്ട എടുക്കുകയാണെങ്കിലും ആ മണ്ണാങ്കട്ട കൊണ്ട് അവിടെ തടവണം എന്ന് ഖുർആൻ പറയുന്നില്ല. നോക്കി, നിങ്ങൾ പഠിച്ചു നോക്കി. എന്ത് ചെയ്യണം? പരിഹാരമായിട്ട് പറയുന്നു, ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദിയകും മിൻഹു, നിങ്ങളുടെ മുഖവും കൈയും തടവണം. എന്തുകൊണ്ട്? മിൻഹു, അതിൽ നിന്ന്, ആ മണ്ണിൽ നിന്ന്, ശുദ്ധമായ മണ്ണിൽ നിന്ന് മുഖവും കൈയും തടവിയാൽ ആ ഭാഗം വൃത്തിയാവുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഖുർആനിൽ മറ്റൊരു പരിഹാരമല്ല, ഇത് തന്നെയാണ് പരിഹാരം പറഞ്ഞത്. നിങ്ങൾ വൃത്തിയാക്കണമെങ്കിൽ എന്ത് വേണം? മണ്ണെടുക്കണം. മണ്ണ് കൊണ്ട് തടവേണ്ടത് അവിടെ തടവണമെന്നോ അല്ല, മുഖവും കൈയും തടവണം എന്നുള്ളതാണ്. ഇതിൽ എന്ത് യുക്തിയുണ്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ യുക്തിയെക്കുറിച്ച് ഞങ്ങൾ പല പ്രാവശ്യം പല പണ്ഡിതന്മാരോടും ചോദിച്ചിട്ട് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇതുവരെ അവർക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അവർ പല ന്യായങ്ങളും പറഞ്ഞേക്കാം, പക്ഷെ ഉത്തരം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ജീവിതത്തിൻ്റെ നാനാമുറകളിൽ നിത്യവും അനുഭവിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ? അതിൽ യുക്തിയില്ല. അതുപോലെ തന്നെ പല പിന്നെ ഞങ്ങൾ മുമ്പേ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്, അതും കൂടി ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അതായത് കീവായു പുറപ്പെട്ടു, നിങ്ങൾ വധു എടുത്ത് നിസ്കാരിക്കാനൊക്കെ ഒരുങ്ങി ഉണ്ടായി, കീവായു പുറപ്പെട്ടു. കീവായി പോയാൽ എന്ത് ചെയ്യണം? ഹദീസിൽ നിബന്ധന എന്താണ്? അവിടെ കൈകണം എന്നല്ല പറയേണ്ടത്, കയ്യും മുഖവും തലയും കൈകണം. അതും ഇതുമായിട്ട് എന്ത് വന്നിട്ടുണ്ട്? അതുപോലെ തന്നെ ഒരു നിയമമാണ് ഖുർആനിലൂടെ ഇവിടെയും പറയുന്നത്. എന്ത് വേണം? നിങ്ങൾ മുഖവും കയ്യും മണ്ണ് കൊണ്ട് തടവിയത് കൊണ്ട് അവിടെ പരിഹാരമുണ്ടാവോ? ഇന്ന് വരെ പണ്ഡിതന്മാർ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഖുർആനിൽ അന്ന് എന്തോ ഒരു കാര്യം ഒരു ബടായി പറഞ്ഞു, ആ ബടായിൻ്റെ പിന്നാലെ അങ്ങനെ പോവാന്നല്ലാതെ എന്താണ് പറഞ്ഞത്? ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇറക്കി നമുക്കായിട്ട് ഉപദേശിച്ച ഉപദേശമാണ് എന്നൊരു മിഥ്യാധാരണയിൽ കഴിഞ്ഞുകൂടാണ് ജനങ്ങൾ. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നോക്കുന്നില്ല. അതാണ് അവസ്ഥ. അപ്പം ഖുർആൻ സമഗ്രമാണ്, എല്ലാവർക്കും നാനാതുറകളിലുള്ള എല്ലാ ജീവിതത്തിൻ്റെ ഒരു ക്രമമാണ്, എല്ലാവർക്കും മനസ്സിലാക്കി തരുന്ന ഒരു മഹാഗ്രന്ഥമാണ്. നമ്മുടെ ജീവിത മുറകളിൽ മുഴുവനും ഖുർആനിലുണ്ട് എന്നെല്ലാം വീമ്പളക്കുന്നവരുണ്ട്. സഹോദരന്മാർ, ഒരു കാര്യം മനസ്സിലാക്കണം, ഖുർആനിൽ എന്താ ഉള്ളത്? ഏറ്റവും അത്യാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകണമെന്ന് ഖുർആനിലുണ്ടോ? ഖുർആന് 6000 ചില്ലാനം ആയത്തുകളൊന്ന് പരിശോധിച്ച് നോക്കി, അങ്ങനെ ഒരു ഉപദേശം ഖുർആനില്ല. അപ്പം പറയുമോ എല്ലാം കൂടി ഖുർആനിൽ പറയാൻ പറ്റുമോ? അതിലപ്പുറം വേറെ കുറേ കാര്യങ്ങൾ പറയാനല്ലേ? ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകണം എന്നുള്ളത്? അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ബാത്റൂമിൽ പോയിട്ട് വെള്ളം കെട്ടിയിട്ടില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തടവണം എന്ന് വേണമെന്നൊക്കെ, അതൊക്കെ അത് ഇതിനേക്കാൾ അപ്രസക്തമാണ്. ഏറ്റവും പ്രസക്തമായതാണ് ആദ്യം പറയേണ്ടത്. പ്രസക്തമായ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോ ശേഷമോ കൈ കഴുകണം എന്നൊരു വാക്ക് ഖുർആനില്ല. ഈ 6000 ആയത്തുകളും നിങ്ങൾ പരിശോധിച്ച് നോക്കില്ല. അപ്പം ഇങ്ങനെ പറയും, അതൊക്കെ കൂടി ഇപ്പോൾ ഖുർആനിൽ പറയാൻ പറ്റുമോ? എന്തിനാണ് അതിലപ്പുറം ഖുർആനിൽ പറഞ്ഞത്? മൂസാ നബിയുടെ കഥ എത്ര ഉണ്ട്? ഈസാ നബിയുടെ കഥ എത്ര ഉണ്ട്? ഈസാ നബിനെ 100 ചില്ലാനം ഭാഗത്ത് പറയുന്നുണ്ട്, മൂസാ നബിനെ 10-12 സ്ഥലത്ത്, പിന്നെ കുറേ സ്ഥലത്ത് പറയുന്നുണ്ട് പേരുകൾ എടുത്തുകൊണ്ട്. ഇബ്രാഹിം നബി, ആദം നബി, ഇദ്രീസ് നബി, ഇങ്ങനെ പഴിഞ്ഞു പോയ ഒരുപാട് നബിമാരുടെ കഥകൾ ആവർത്തിച്ച് പറയുന്നു. അതിനിടയിൽ ഒന്ന് തിരികെ കയറ്റിയാൽ പോരാ, വളരെ നിസ്സാരമായിട്ടല്ല കാര്യഗൗരവത്തിൽ എന്നും പ്രവർത്തിക്കേണ്ട ഈ ഒരു കാര്യം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ശേഷം എന്ത് ചെയ്യണം? ഞാനത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ജനങ്ങളെ നിർവഹിക്കേണ്ടത്. ഈ ഖുർആൻ നോക്കാതെ തന്നെ മറ്റുള്ള അമുസ്ലിങ്ങളെല്ലാവരും അത് അതിൻ്റെതായ രീതിയിൽ വൃത്തിയിൽ കൊണ്ടുനടക്കുന്നുണ്ട്. ഈ ഖുർആൻ ഇതിൽ ഇടപെടുന്നതാണ് പ്രശ്നം. അതന്നെ, ഒരു ബാത്റൂമിൽ പോയാൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതെല്ലാവർക്കും അറിയാം. അവിടെ ഒരു കർച്ചീഫോ ഇലയോ പിന്നെ പേപ്പറുകളോ എന്തെങ്കിലും ഒരു തുണ്ടം സാധനം കൊണ്ട് അവിടെ വൃത്തിയാക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്, എല്ലാവരും ചെയ്യുന്നതാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്ഷനുകളൊന്നും പറയാതെ നിങ്ങളെന്ത് വേണം? മുഖവും കൈയും തടവണം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് ഓരോ വിഷയവും. ഇനി മൂത്രമൊഴിക്കൽ, ടോയ്ലറ്റിൽ പോയി തന്നെ മൂത്രമൊഴിക്കുന്ന വിഷയം പറയാം. കാരണം ഞാൻ ചർച്ച ചെയ്യുന്നത് എന്താ വെച്ചാൽ നിത്യജീവിതത്തിൽ എപ്പോഴും ഏത് സമയത്തും നമുക്ക് ഉണ്ടാവാനുള്ള പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം എന്നതാണ് ഖുർആനും ഹദീസും നോക്കിയാൽ. ഹദീസിലേക്ക് നോക്കൂ, വലാ തബൂലന്ന അഹദും മിൻകും ഖായിമാ, നിന്നുകൊണ്ട് ഒരുത്തനും മൂത്രമൊഴിക്കാൻ പാടില്ല. അബൂ ഹുറൈറ 224 ഹദീസ് ബുഖാരി വരച്ചു നോക്കി.
നിന്നുകൊണ്ട് ഒരുത്തനും നിങ്ങളിൽ നിന്ന് മൂത്രയിക്കാൻ പാടില്ല. അതിഗൗരവമുള്ളൊരു വിഷയമാണിത്. ലോക സൃഷ്ടാവായ പടച്ചോന് അവിടുന്ന് ഇറക്കി തന്നൊരു ഉപദേശാപതി. നിന്നുകൊണ്ട് മൂത്രയിക്കാൻ പാടില്ല. അവിടെ ഒരു ഓപ്ഷനുമില്ല. എന്ത് പാൻറ് ഇട്ടവൻ എന്തിനാ ചെയ്യണം, ചളിയിൽ നിന്നോ ചെയ്യണം, മഴ പെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, തീവണ്ടി സ്റ്റേഷനിൽ എന്ത് ചെയ്യണം, മഹാസമ്മേളനം നടക്കുമ്പോൾ അവിടെയൊക്കെ എങ്ങനെ ചെയ്യും. ചില സന്ദർഭങ്ങളിൽ നിന്നും ഇരുന്നും ഒക്കെ മൂത്രയിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ എന്താ പറയണത്, നിന്നുകൊണ്ട് നിങ്ങളിൽ ഒരുത്തരും നിങ്ങളിൽ നിന്ന് ഒരുത്തരും നിന്ന് മൂത്രയിക്കാൻ പാടില്ല. എന്താണ്? ഇതാണ് അവസ്ഥ. ഇത് എത്രയോ മുമ്പ് കോഴിക്കോട് മൊഹീദ്ദീൻ പള്ളി മുജാഹിദ് പിടിച്ചടക്കിയപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ കേട്ടൊരു പ്രസംഗമാണ്. ഞങ്ങളുടെ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു, കണ്ടോ മുജാഹിദിൻ്റെ കയ്യിലേക്ക് മൊഹീദ്ദീൻ പള്ളി എത്തിയപ്പോൾ അവിടെ നിന്ന് മൂത്രയിക്കാനുള്ള സൗകര്യമുണ്ടാക്കി. നിങ്ങൾക്കത് കാണണമെങ്കിൽ ഒരു 1.25 ഞാൻ തരാം ബസ് ചാർജ്, നിങ്ങൾ പോയി നോക്കൂ എന്നൊക്കെ എൻ്റെ നാട്ടിൽ നിന്ന് മുസ്ലിയാക്കന്മാർ അന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ കേട്ടാ. അപ്പോൾ ആണ് എനിക്കത് മനസ്സിലാവുന്നത്. നിന്ന് മൂത്രയിക്കണം അന്നൊരു വലിയൊരു ഗൗരവമുള്ള വിഷയമായിരുന്നു അന്ന് മുസ്ലിംമാർക്കും മൗര്യന്മാർക്കൊക്കെ. കോഴിക്കോട് മൊഹീദ്ദീൻ പള്ളിയിൽ ആദ്യമായിട്ടാണ് സൗകര്യം ചെയ്തത്. അതിന് വലിയൊരു എതിർപ്പുള്ള കാര്യമായിരുന്നു. ഇപ്പം നിന്ന് മൂത്രയിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത പള്ളികളേതാണുള്ളത്. അപ്പം ഇന്നിപ്പം ഈ സംഭവം നിന്ന് മൂത്രയിക്കാനുള്ള സൗകര്യം എവിടെയും ഇല്ലാന്ന് കിട്ടിക്കോ, ഒരു സ്ഥലത്തുമില്ല. ഗവൺമെൻറ് അതൊരു സൗകര്യപ്രദമായ രീതിയിൽ കുട്ടികൾക്കത് നല്ലതാണ്, അതുകൊണ്ട് സ്കൂളുകളിൽ നിന്ന് മൂത്രയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളൂ. ആ സമ്പ്രദായം ഇവിടെ കേരളത്തിൽ ഇല്ല എങ്കിൽ അത് പ്രഖ്യാപനം പ്രഖ്യാപിച്ചെങ്കിൽ ഈ മൂല്യന്മാർ തലപൊക്കി വരും. വലാത്തപൂരനാഹിതക്കും കായിമ, നിന്ന് മൂത്രയിക്കുന്നത് മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല, അതുകൊണ്ട് സ്കൂളുകളിൽ അത് പറ്റൂല എന്ന് തലപൊക്കി വരും. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് അവരുടെ ജൽപ്പനങ്ങൾക്ക് വഴങ്ങരുത് എന്നുള്ള ഒരൊറ്റ അഭിപ്രായം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ മൂത്രിക്കുമ്പോൾ മറ സ്വീകരിക്കണം, നല്ല കാര്യമാണ്. മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കണം വളരെ നല്ല കാര്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ മറ സ്വീകരിക്കാതിരുന്നാൽ ചില സന്ദർഭത്തിൽ മറ സ്വീകരിക്കാതിരിക്കേണ്ടി വരും. അങ്ങനെ മറ സ്വീകരിക്കാതിരുന്നാൽ മറക്കാൻ പറ്റുന്നൊരവസ്ഥയില്ലെങ്കിൽ, സാഹചര്യമില്ലെങ്കിൽ അവന് അവൻ്റേതായ ആ സ്ഥലവും കാര്യവും സൗകര്യവും പോലെ ചില സന്ദർഭത്തിൽ മുട്ടി അവസ്ഥയിൽ അവസാന ഘട്ടത്തിൽ ഒന്ന് മറയില്ലാതെ മൂത്രിക്കാൻ സാധ്യതയുണ്ട്. വിട്ടൂല, പടച്ചോൻ വിടൂല, മുഹമ്മദ് നബിയും വിടൂല. പടച്ചോനും മുഹമ്മദും കൂടി പറഞ്ഞ ഹദീസാണെന്ത്, നിന്ന് മൂത്രമൊഴിച്ചൊരുത്തനെ മറ സ്വീകരിക്കാത്ത കാരണത്താൽ അവൻ മരിച്ചുപോയി, കബറിൽ കിടക്കുന്ന അവനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. അതായത് മുഹമ്മദും ഒരാളും കൂടി ഒരു കബറിൻ്റെ അടുക്കൽ കൂടെ പോവാം. അങ്ങനെ ആ കബറിൻ്റെ അടുക്കൽ നിന്നും ഒരു ശബ്ദം കേട്ടു, ചാട്ടവാറടി. അപ്പം അയാൾ ചോദിച്ചു മുഹമ്മദ് നബിയോട്, എന്താണ് നബിയെ ഇത്, ഈ അടി എന്താണ്, അടിൻ്റെ ശബ്ദം എന്താണ്? അവിടെ കബറിൽ നിന്നും ശിക്ഷ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ആ ശിക്ഷ? അത് വലിയ ഗൗരവമുള്ള ശിക്ഷ ഒന്നല്ല, പിന്നെ തെറ്റൊന്നല്ല അവൻ ചെയ്തത്. അവൻ മൂത്രിക്കുമ്പോൾ മറ സ്വീകരിച്ചില്ല എന്നൊരു ചെറിയ തെറ്റേ ചെയ്തിട്ടുള്ളൂ. അപ്പം മൂത്രിക്കുമ്പോൾ മറ സ്വീകരിക്കാത്തവർ പോലും ഗൗരവമുള്ള ശിക്ഷ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് മുഹമ്മദ് നബി ചെയ്തത് എന്താണെന്നോ, അവിടെയുള്ള ഒരു പച്ച കൊമ്പ് വെട്ടിയിട്ട് ആ 2 കൊമ്പ് കൊണ്ടും 2 തലക്കിലും കുത്തി. എന്നിട്ടൊരു പ്രഖ്യാപനം, ഈ പച്ചക്കൊമ്പ് എന്നും നിലനിൽക്കുന്നുവോ ഉണങ്ങാതെ നിൽക്കുന്നുവോ അത്രയും കാലം ഇവർക്ക് ശിക്ഷ കിട്ടുകയില്ല എന്നൊരു ഔദാര്യവും കൊടുത്തു. ഈ ഹദീസ് ബുഖാരിയിൽ പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസ് ആരാത് പറഞ്ഞു? ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അത് എവിടെ സംഭവം? മക്കത്താണോ മദീനത്താണോ? ആ ഹദീസിലാണ് സംശയം. ഇത് മക്കയിൽ നിന്നാണോ മദീനയിൽ നിന്നാണോ എന്ന് സംശയം. ഒരു ഖബറിൻ്റെ അടുത്ത് നിന്നാണോ 2 ഖബറിൻ്റെ അടുത്ത് നിന്നാണോ എന്ന് ശക്കുറാവി സംശയം. നബിൻ്റെ കൂടെയുള്ളത് അബൂബക്കറാണോ ബിലാലാണോ എന്നൊരു സംശയം. ചാട്ടവാർ അടി കൊണ്ടാണോ അടിച്ചത്, വേറെ വല്ലാർദ്ദനോ ആണോ എന്ന് സംശയം. ആ ഹദീസ് ഒന്ന് പരിശോധിച്ച് നോക്കി. ഈ സംശയങ്ങൾ മുഴുവനും ഉള്ള ഒരു ഹദീസാണ് തിരികെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഹദീസിൻ്റെ എല്ലാത്തിനും കഥ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഇതൊരു ഉദാഹരണം പറയുന്നുള്ളൂ. ആ വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതാണ് കാര്യം. അപ്പോൾ ഈ പണ്ഡിതന്മാർക്ക് വഴങ്ങിക്കൊടുത്താൽ ഇങ്ങനെയുള്ള ഉടുസായ ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യരെ എത്തിക്കും, വിദ്യാർത്ഥികളെ എത്തിക്കും. അതുകൊണ്ട് ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ ഭക്ഷണക്രമം എന്നും നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്നതാണ് ഭക്ഷണം.
ഭക്ഷണക്രമത്തിൽ എന്താണ്? മൂത്രയ്ക്കുന്നോടത്ത് പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുത്തനും നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല. നിന്നുകൊണ്ട് കുടിക്കേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടാവും. ഒരു തീവണ്ടി സ്റ്റേഷനിൽ, അതുപോലെ തന്നെ മഴ വർഷിക്കുന്ന സന്ദർഭത്തിൽ, വലിയൊരു മഹാസമ്മേളനത്തിൽ, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഒരു യാത്രയിൽ. ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ നിന്നുകൊണ്ട് കുടിക്കേണ്ടി വരും. നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല. വോള്യം 7 5616 ഹദീസ്. അനസ് ബിൻ മാലിക് ബുഖാരി പരിശോധിച്ച് നോക്കി. അങ്ങനെ അഥവാ വല്ലവനും നിന്നുകൊണ്ട് കുടിക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷനുമില്ല. വല്ലവനും നിന്നുകൊണ്ട് അബദ്ധത്തിൽ കുടിച്ചു പോയാൽ അതങ്ങട്ട് ഇറക്കിക്കോട്ടെ എന്നല്ല അള്ളാഹ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവൻ ഛർദിച്ചു കൊള്ളട്ടെ. കുടിച്ച വെള്ളം പുറത്തേക്ക് ഛർദിക്കണം. ഇതിലും വലിയ ഒരു പാപ്പരത്വം, ഇത്ര വലിയൊരു പാപ്പരത്വം പറഞ്ഞ മതം വേറെ ഏതുണ്ട് ഇവിടെ? മഹാപാപ്പരത്വമാണിത്. കുടിച്ച വെള്ളം ഛർദിക്കണം എന്നാണ് പടച്ചോൻ പറയണത്. പടച്ചോൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നമ്മളെ പഠിപ്പിക്കണത്. ഇതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കണം. അപ്പം അങ്ങനെ വെച്ചാൽ അതൊന്നും ഇപ്പം സ്വീകാര്യമല്ല, അതൊക്കെ കള്ള ഹദീസ് ഉണ്ടാവും. ഇത് കള്ള ഹദീസല്ല, കള്ള ഹദീസല്ല. അള്ളാഹു ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്ത വഹയിൽപ്പെട്ട ഹദീസാണ്. അങ്ങനെ ആ വഹയിൽപ്പെട്ട ഹദീസിൽ 7 ലക്ഷം ഹദീസ് കള്ള ഹദീസ് ഉണ്ടായിരുന്നു. ആ 7 ലക്ഷം ഹദീസിൽ നിന്ന് കള്ള ഹദീസുകൾ ഏതാണ് എന്ന് വെട്ടി ഒഴിവാക്കി. അവസാനം 7000 ഹദീസ് മാത്രം കറ കളഞ്ഞെടുത്ത സ്വഹീഹായ ഹദീസുകൾ മാത്രം എഴുതിയ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. വെട്ടിപ്പോയ ഹദീസുകളെ കുറിച്ചൊന്നും ഇവിടെ ലോകം അറിയുന്നില്ല. എന്തോ ആയിട്ടെ അത് പോട്ടെ, അതൊന്നും ഇവിടെ ഇല്ല. സ്വഹീഹായ ഹദീസിലെ കഥ പറഞ്ഞത് വല്ലവനും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ഇറക്കിക്കോട്ടെ എന്നല്ല പറഞ്ഞത്. നേരിടണം, അത് ഛർദ്ദിച്ചു കൊള്ളണം, അത് പുറത്തേക്ക് തള്ളണം. ഇതാണ് ഇസ്ലാമിൻ്റെ വിധി. അത് മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, ഇതൊക്കെ ഗവൺമെൻറ് മനസ്സിലാക്കേണ്ട വിഷയം എന്തെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒന്നിന് അടിയറ വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞ ഈ സുംബ ഡാൻസിന് അടിയറ വെച്ചാൽ ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം ഒരു കാലത്ത് എടുത്തു വരും. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ഇനി പറയാനുള്ളത്, സുംബ ഡാൻസ് മയക്കുമരുന്നിന് എതിരെയാണ്. അതിനാണ് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇവരെ മയക്കുമരുന്നിനെക്കുറിച്ച്, കള്ളിനെക്കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞു നോക്കട്ടെ. അതാണ് നോക്കുക. മയക്കുമരുന്നിനെക്കുറിച്ചുള്ള ഖുർആനിലെ വിഷയം എന്താണ്? അത് ഗൗരവത്തിലാണോ പറഞ്ഞത്, മയത്തിലാണോ പറഞ്ഞത്, എങ്ങനെയാണ്? ഖുർആനിൽ 3 സ്ഥലത്താണ് വിഷയം പറഞ്ഞത്. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉൻ ലിന്നാസ് വഇസ്മുഹുമാ അക്ബർ മിൻ നഫ്ഇഹിമാ. നിങ്ങൾ ചൂതാട്ടത്തെയും മയക്കുമരുന്നിനെയും കുറിച്ച് ചോദിക്കുന്നു. അത് രണ്ടും തന്നെ ഇസ്മുൻ കബീർ, വലിയ പാപമാണ്, തെറ്റാണ്. വമനാഫിഉൻ ലിന്നാസ്, എന്നാൽ അതിൽ രണ്ടിനും ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട്. വഇസ്മുഹുമാ അക്ബർ മിൻ നഫ്ഇഹിമാ, ഉപകാരത്തെക്കാൾ ഉപദ്രവമാണുള്ളത്. ശരി, ആ വിഷയം ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഹംറ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്, കള്ളിനെ പറഞ്ഞിട്ട് മയക്കുമരുന്നിനെ കുറിച്ചൊന്നും പറയാം. ഇപ്പം ഉപയോഗിക്കുന്ന എന്ത് സാധനമാണെങ്കിലും ഒക്കെ മൊത്തത്തിൽ ജനറലായിട്ട് കള്ള്, സുക്കാറ, ഹംറ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനത്തെ മയക്കുമരുന്ന് സാധനം എന്തോ ആവട്ടെ, ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ എടുക്കുന്ന 100 കൂട്ടം പേരിലുണ്ട്. ആ പേരിലുള്ള ഒന്നും ഞാൻ ഇപ്പോൾ എണ്ണി പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് എന്ത് മയക്കുമരുന്നാവട്ടെ, ആ മയക്കുമരുന്നിൽ എല്ലാം മനാഫിയുണ്ട്, ഉപകാരമുണ്ട്. പടച്ചോനാത് പറഞ്ഞത് ഏത് മയക്കുമരുന്നിലും ഉപകാരമുണ്ട് എന്ന്. ഈ മയക്കുമരുന്നിൽ ഉപകാരമുണ്ട് എന്ന് പറയുന്ന ദൈവിക ഗ്രന്ഥം ഖുർആനല്ലാതെ വേറെ ഏതാള്? ദൈവിക ഗ്രന്ഥമല്ലാതെ പുസ്തകം തന്നെ, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ, ലോകത്തുള്ള ഏത് കിതാബായാലും വേണ്ടില്ല, ഏത് ഭാഷയിലുള്ള കിതാബായാലും വേണ്ടില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മനാഫിയാണ്, ഉപകാരമുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പുസ്തകം കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ. ഖുർആനല്ലാതെ ഏതെങ്കിലും കാണിച്ചു തരുമോ? ഖുർആനിലല്ലാതെ വേറെ എവിടെയെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അത് ഉപകാരമാണ് എന്ന് പറയുന്നുണ്ടോ? അപ്പം ഇതിനൊക്കെ പണ്ഡിതന്മാർ കുറേ ന്യായങ്ങളൊക്കെ പറയും.
കള്ളും മയക്കുമരുന്നും ഒക്കെ ഉപയോഗത്തിൽ ഉപകാരമുണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ കള്ളും മയക്കുമരുന്നും ഒക്കെ കള്ളൊക്കെ കുടിച്ചിട്ട് അതിൽ നിന്ന് മത്സര ചൂതാട്ടങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് പാവങ്ങൾക്ക് ദാനം ചെയ്യാറുണ്ടായിരുന്നു. ആ ന്യായാണ് അവർക്ക് പറയാനുള്ളത്. മനാഫിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന കാശ് പാവങ്ങൾക്ക് ദാനം ചെയ്യാറുണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, കള്ള് മാത്രമല്ല വ്യഭിചാരം, ചൂതാട്ടം, അക്രമം, അനീതി, കൊല, ചതി, വഞ്ചന എല്ലാത്തിനും ഉപകാരമുണ്ട്. തട്ടുകൊണ്ടുവരുന്ന സാധനം പാവങ്ങൾക്ക് വിതരണം ചെയ്താൽ അത് ഉപകാരമാണ്. ആ ഉപകാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്തായാലും ഏത് അക്രമത്തിനും അനീതിക്കും അധർമ്മത്തിനും എല്ലാത്തിനും ഉപകാരമുണ്ട്. ആ ചെയ്യുന്നവന് ഉപകാരം ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ കുടുംബങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും, അവൻ്റെ ആശ്രിതർക്ക് ഉപകാരം ഉണ്ടാവും. അതിവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉപകാരമുള്ള ഒരു വിഷയം ഖുർആനിൽ എടുത്തു പറയാൻ പാടില്ല. അത് പടച്ചോൻ പറഞ്ഞാണെങ്കിൽ തെറ്റാണ്. പടച്ചോൻ തന്നെ ആരും പറയില്ല. ഒരു വകതിരിവുള്ള ഒരാളും അതിൽ ഉപകാരമുണ്ട് എന്നൊരു വാക്ക് പറയുകയില്ല. ഇതെങ്ങനെ ഖുർആനിൽ വന്നു എന്നുള്ളത് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞാണോ മുഹമ്മദ് പറഞ്ഞാണോ അതിൻ്റെ ഇടയിൽ വേറെ ആരെയും കൂട്ടിച്ചേർത്താണോ കള്ളുകുടിയന്മാർ കൂട്ടിച്ചേർത്താണോ ഒന്നൊന്നും നമുക്കറിയില്ല. കാരണം മുഹമ്മദ് നബി ഈ ഖുർആൻ പറഞ്ഞങ്ങോട്ട് പോയി എന്നല്ലാതെ ഒരു പുസ്തകത്തിലാക്കിയിട്ടില്ല. മുഹമ്മദ് നബി ഈ ഖുർആൻ ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല. പിന്നെ മുഹമ്മദ് നബിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞ് ഇങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ ഓരോ കോലത്തിൽ ഇങ്ങനെ ഓതുന്ന സ്വഭാവം കണ്ടപ്പോഴാണ് അത് പറ്റൂല, നമുക്കിതൊരു ഗ്രന്ഥത്തിലാക്കുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടുന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അതിനൊരു കള്ളുകൂടിയാണ് അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഓനൊരു ഉപകാരം കിട്ടണം. അപ്പോൾ എന്താണ് ഫുള്ള് ഇടക്കിടക്കൊക്കെ നമുക്ക് കൊടുക്കുക. അതിന് ഖുർആനിലൊരു പൊയ്തു വേണം. അതിനാണ് മനാഫിയുൽ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ഉപകാരമുണ്ട് എന്നൊരായത്ത് കൊണ്ട് വെച്ചായിരിക്കും. എന്തോ ആവട്ടെ പോട്ടെ. പിന്നെ പറയുന്നത് വലാ തഖ്റബുസ്സലാത്ത വഅൻതും സുകാറ, നിങ്ങൾ ലഹരിയിലായിരിക്കുമ്പോൾ നമസ്കരിക്കാൻ പാടില്ല. അപ്പം നമസ്കാരം അല്ലാത്ത സമയത്തിൽ കൊടുക്കാൻ പറ്റുമോ? നമസ്കാരമല്ലാത്ത സന്ദർഭത്തിൽ ലഹരി ഉപയോഗിക്കാൻ പറ്റുമോ? അതിനൊന്നും ചോദ്യത്തിന് ഉത്തരമല്ല. നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്. നമസ്കാരം അല്ലാത്തപ്പം പറ്റുമോ? ശ്രദ്ധിക്കണവരാണ്. കല്യാണ വീട്ടിൽ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്. അപ്പോൾ കല്യാണ വീട് അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? സമ്മേളനങ്ങൾ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്. അപ്പോൾ സമ്മേളനങ്ങൾ അല്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റൂന്നല്ലേ? ഒരു സ്ഥലത്തും പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞത്. പിന്നെ പറയുന്നത് റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, ഇത് ശൈത്താൻ്റെ പടിയാണ്, അതുകൊണ്ട് നിങ്ങളത് ഉപേക്ഷിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. 2:90, 2:119, 4:43 ഈ ആയത്തുകളിലാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ്? പണ്ഡിതന്മാർ പറയും ഇത് ഘട്ടമാണ്. മദ്യം ഘട്ടമായി നിരോധിച്ചതാണ്. അങ്ങനെ ഒരു ഘട്ടത്തെക്കുറിച്ചും ഖുർആൻ പറയില്ല. ഖുർആനിൽ ഈ 3 ആയത്തുണ്ട്. ഇത് ആദ്യത്തെ ഘട്ടം അതാണ്, അതുകൊണ്ട് അത് ക്യാൻസലാക്കി. രണ്ടാമത്തെ ഘട്ടം ഇതാണ്, അതുകൊണ്ട് മുമ്പത്തത് ക്യാൻസലാക്കി. മൂന്നാമത്തെ ഘട്ടം ഇതാണ്, അതുകൊണ്ട് അതിൻ്റെ മുമ്പത്തെ 2 ക്യാൻസലാക്കി എന്ന് ഖുർആൻ എവിടെയും പറയില്ല. ഇത് പറഞ്ഞു തരേണ്ടതാരാണ്? ഒഴിവാക്കി എന്ന് പറയേണ്ടത് മുഹമ്മദ് നബി പറഞ്ഞോ? മുഹമ്മദ് നബി എവിടെയെങ്കിലും പറയണോ അങ്ങനെ ഈ 1-ാം ഘട്ടത്താണ് 2-ാം ഘട്ടത്താണ് അതുകൊണ്ട് ഖുർആനിൻ്റെ അവസാനത്തെ ഘട്ടമുള്ള ഈദ് എടുത്തോളി എന്ന് പറയണോ? ഇല്ല. നമുക്കിത് കാര്യം മനസ്സിലാവുന്നില്ല. ഈ 3 പറയുമ്പം നമുക്കിത് മനസ്സിലാവുന്നില്ല. അപ്പം പണ്ഡിതന്മാർ എന്തൊക്കെ അവരുടെ ധാരണ പ്രകാരം ഒരു തീരുമാനത്തിലെത്താണ് ഇത് ഘട്ടമായിട്ട് പദ്യം ഉപേക്ഷിക്കാനുള്ള ഒരു നിർദ്ദേശമാണ്. അതുകൊണ്ട് ഈ ഇതിൽ ചില ആയത്തുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അവരുടെ കാഴ്ചപ്പാടിൽ പറയാം. ഇനി എടുക്കാത്ത വിഷയം. അപ്പോൾ ഈ ഭക്ഷണത്തിൽപ്പെട്ടാണ് പറഞ്ഞു. കുടിക്കൽ പറഞ്ഞു, കള്ളു കുടിക്കുന്ന കാര്യം പറഞ്ഞു, മറ്റു കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഈ ഭക്ഷണ രീതി ഏതെല്ലാം ഭക്ഷിക്കാൻ പറ്റൂല എന്നൊന്നും ഖുർആനിൽ കുറേ നിർദ്ദേശങ്ങളുണ്ട്. പക്ഷെ അതിപ്പോൾ ഖുർആൻ അന്നത്തെ കാലഘട്ടത്തിൽ അറബ് രാഷ്ട്രത്തിൽ മക്കത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള കുറേ ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. ആ ഭക്ഷണമാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെയുള്ള ഭക്ഷണത്തിൻ്റെ രീതിയും കോലവും ഒക്കെയാണ് അവിടെ പറഞ്ഞത്. അതൊന്നും ഇന്ന് ലോകത്തൊന്നാകെ എടുത്ത് പറയേണ്ട ഒരു സംഗതിയല്ല, അവിടെ കിട്ടുന്ന സാധനമാണ്. അത് പോട്ടെ, ഞാൻ അതിലേക്ക് ചർച്ച ചെയ്യില്ല. ഇനി അങ്ങനെ ഒരു ഭക്ഷണത്തിൽ ഒരു ഈച്ച വീണാൽ എന്ത് ചെയ്യണം? ഏറ്റവും നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്നൊരു വിഷയം ഞാൻ ചർച്ച ചെയ്തത്. ഒരു ഭക്ഷണത്തിൽ ഈച്ച വീണാൽ, ഒരു പാനീയത്തിൽ ഈച്ച വീണാൽ എന്ത് വേണം? അത് ഒന്നുകൂടി താത്തിയിട്ട് അതോട്ട് എറിഞ്ഞിട്ട് ആ പാനീയം കുടിക്കണം. അതിന് ഒരു ചിറകിൽ അതിൻ്റെ മരുന്നും ഒരു ചിറകിൽ അതിൻ്റെ വിഷമുണ്ട്. അപ്പോൾ ആ വിഷം അതിൽ വീണതിന് രണ്ടാമത്തെ ചിറകിൽ മരുന്നുണ്ട് എന്നാണ് പടച്ച തമ്പുരാൻ മുഹമ്മദ് നബി മുഖേന നമുക്ക് പഠിപ്പിച്ചു തരുന്നത് 5634 ബുഖാരിയിലെ ഹദീസ് പ്രകാരം.
പടച്ച അമ്പരാൻ നമുക്ക് പഠിപ്പിച്ച വലിയൊരു കാര്യമാണ്. ഈച്ച ഒരു പാനീയത്തിൽ വീണാൽ അതിൽ ഒന്നും കൂടി മുക്കിയിട്ട് ഒഴിവാക്കിയിട്ട് അതങ്ങോട്ട് കുടിക്കണം. അതാണ് പറയുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം, ഈ വൃത്തിയുടെ കാര്യങ്ങളെല്ലാം, എന്തെങ്കിലും ഒരു നല്ല ഒരു വിഷയം നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടെയൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് ഈ കൂപ്പമണ്ടുകളായിട്ടുള്ള പണ്ഡിതന്മാർ എന്നാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ നോക്കിയാൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം ഖുർആനിൽ ഇവിടെ ഇല്ല. ഏത് കൈ കഴിക്കണം എന്നുള്ളത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അത് കൈ തടവുന്നതിന് മുമ്പ് വൃത്തിയാക്കുന്നതിന് വേണ്ടി എന്നാണ്. എന്തു വേണം? അത് നക്കണം. ശരി, നക്കണം എന്നുള്ളത് നമുക്കവിടെ അംഗീകരിക്കാം, ഒരു നല്ല കാര്യമാണ്. കാരണം അങ്ങനെ ഒന്ന് കയ്യൊക്കെ ഒന്ന് വായക്കൊന്ന് വൃത്തിയാക്കണം. പക്ഷെ പിന്നെ പറഞ്ഞത് നക്കാൻ പ്രയാസമുണ്ടെങ്കിൽ മറ്റൊരാളോട് നക്കിപ്പിക്കണം. ബുഹാരി പറഞ്ഞതാണ്, ഒരാൾക്ക് നക്കാൻ കഴിയണില്ലെങ്കിൽ മറ്റവനോട് നക്കിപ്പിക്കണം, നാലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് ഹദീസിൻ്റെ സ്വഭാവം. അതുകൊണ്ട് ആ ഭക്ഷണ രീതിയുടെ വസ്തുതയാണ് ഞാൻ ഇനി പറയുന്നത്. ഇനി ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന ഈ ജുംബ ഡാൻസ് അത് ഹറാമാണ് എന്ന് പറയാൻ അവർക്കുള്ള ഒരു താല്പര്യം എന്താണെന്നോ, അതാണ് ആദ്യം ഞാൻ മനസ്സിലാക്കേണ്ടത്. എന്താണ്? അതിലൊരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് പണ്ഡിതന്മാർക്ക് ഹറാമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മ്യൂസിക്കിന് ഹദീസ് പ്രകാരം കള്ള്, വ്യഭിചാരം, മ്യൂസിക്, ഇത് മൂന്നിനും ഒന്നിനാണ് കൂട്ടിയത്. ഇനി ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്നോ? വ്യഭിചാരം വർദ്ധിക്കും, കള്ളുകുടി വർദ്ധിക്കും, ജനങ്ങൾ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് പാട്ടുപാടും, മ്യൂസിക് ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് പാട്ടുപാടും. ഉപകരണം അല്ലാതെ സാധാ പാട്ടിന് കുഴപ്പമില്ല, ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് അവർ ഗാനമാലപിക്കും. അതെന്താണ്? കള്ളിൻ്റെ കൂട്ടത്തിൽ, വ്യഭിചാരത്തിൻ്റെ കൂട്ടത്തിൽ മൂന്ന് ഒന്നിച്ചാണ് പറഞ്ഞത്. മറിച്ച് നോക്കി 5590 ഹദീസ്. അൻ അബീ മാലിക് അൽ-അശ്അരി ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, എൻ്റെ സമൂഹത്തിൽ ഒരു ജനത വരാനിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് എന്തൊരു കള്ളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരത്തിൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നത് യസ്തഹില്ലൂനൽ മാസിഫ്, അവർ മ്യൂസിക് ഉപകരണങ്ങൾ അവർ ഹലാലാക്കും. ഇതൊക്കെ ഹലാലാണ്, ഒരു കുഴപ്പമില്ല എന്ന് ഒരു കാലഘട്ടത്തിൽ പറയും. അതായത് മുഹമ്മദ് അന്ന് ഹറാമാക്കിയത്. ആ ഹറാമാക്കിയ ഈ കാര്യം ഒരു കാലഘട്ടത്തിൽ മ്യൂസിക്കുകളൊക്കെ ഹലാലാക്കി വരുന്നൊരു കാലഘട്ടം വരും. ശരിയാണ്, ആ പ്രവചനം ശരിയായില്ലേ? ഇപ്പം ഹലാലായില്ലേ? കണ്ടുപോലെ തന്നെ മ്യൂസിക്കും വരുന്നു, അത് ഹറാമാണ് എന്ന് പറയും. ഇതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, ഇവരുടെ രോഗം എന്താണെന്നറിയോ? ആ ചാട്ടം, വ്യായാമം അതൊന്നുമല്ല. സിംബ ഡാൻസിലുള്ള ചാട്ടമോ വ്യായാമോ ഒന്നുമല്ല പ്രശ്നം, അവർക്ക് ഈ മ്യൂസിക്കാണ് പ്രശ്നം. ഇങ്ങനെ ഒരു ഹദീസ് ഉള്ളത് കൊണ്ടാണ് അവർ ഇതിൽ കൂടുന്നത്. പക്ഷെ അത് തുറന്ന് പറയാൻ വയ്യ. ഇങ്ങനെ ഒരു മ്യൂസിക് ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പിന്തുണ കിട്ടൂല. അപ്പം എന്ത് ചെയ്യും? അർദ്ധനഗ്നമായിക്കൊണ്ടുള്ള ചാട്ടമാണ്, അതിനാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അതിന് മറുപടിയും കൊടുത്തു. അർദ്ധനഗ്നമായിട്ടല്ല, സ്കൂൾ യൂണിഫോമിലാണ് വരുന്നത് എന്ന് പറഞ്ഞു. എന്താ ഇപ്പം അർദ്ധനഗ്നമായിട്ട് ചാടുന്നതിന് ഇസ്ലാമിൽ തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, ഖുർആനും ഹദീസും പ്രകാരം ഒരു സ്ത്രീ അർദ്ധനഗ്നമായിട്ട് ചാടാം എന്നില്ലേ? നിങ്ങൾ നോക്കി, സമസ്തൻ്റെ പുസ്തകം എടുത്തു നോക്കി. മുജാഹിദിൻ്റെ പുസ്തകത്തിലുണ്ടോയെന്ന് അറിയാം. ഞാൻ സമസ്തൻ്റെ പുസ്തകത്തിലാണ് പഠിച്ചത്. സ്ത്രീകളുടെ ഹൗറത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗമാണ്. എന്നാൽ പുരുഷന്മാരുടെ ഹൗറത്ത് പുരുഷന്മാരുടെയും അടിമ സ്ത്രീകളുടെയും ഹൗറത്ത് മുട്ടുപൊക്കിളിനിടയിലുള്ള ഹൗറത്താണ്. മുട്ടുപൊക്കിളിനിടയിലുള്ള എന്ത് വസ്ത്രമുണ്ടോ, ഒരു ഷെഡ്ഡോ ട്രൗസറോ എന്തോ ഇട്ടാൽ മതി പുരുഷന്മാർക്കും അടിമ സ്ത്രീകൾക്കും. ആ അടിമ സ്ത്രീകൾക്ക് പാട്ടുപാടി ചാടാം, അവർ സ്വർഗത്തിൽ. പാട്ടുപാടുമ്പം ചാടുന്നതിന് സ്വർഗത്തിൽ. കാരണം അവർ അർദ്ധനഗ്നായിട്ട് വിഷയമല്ല, പഠിച്ചവനെ അംഗീകരിച്ച്. നേരെ കുറിച്ച് സാധാരണ സ്ത്രീകളോ പറ്റൂല, അവർക്ക് അർദ്ധനഗ്നമാവില്ല, ഫുൾ നഗ്നമാണ്. അപ്പം അർദ്ധനഗ്നമായി ചാടുന്നതിന് അടിമ സ്ത്രീകൾക്ക് ഇളവ് കൊടുത്ത് ആര്? അള്ളാഹു കൊടുത്ത കാര്യം മുഹമ്മദ് നബി നമ്മളോട് പറഞ്ഞു. നോക്കി, ഇപ്പോഴും നോക്കിയിട്ട് സമസ്തൻ്റെ പുസ്തകത്തിൽ ഞാൻ പഠിച്ച അല്പുണ്ടോ നിങ്ങൾ പരിശോധിച്ച് നോക്കി. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അവരത്ത് മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ളതാണ്, മറ്റുള്ളവർക്കോ. അപ്പം നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് ചാടുന്നതിന് നിങ്ങൾ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതാണ് ഇനി ചോദിക്കാനുള്ളത്.
ഇതൊക്കെയും വഴങ്ങിക്കൊടുത്താൽ പല അപകടങ്ങളും വരാനുണ്ട്. ഇനി ഈ പോലുള്ള താലിബാനിസം ഇവർ ഇതിലേക്ക് കയറ്റും. ഉദാഹരണമായിട്ട് നാടകം അവർക്ക് ഹറാമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ യുവജനോത്സവങ്ങളിൽ നാടകം നടക്കുന്നുണ്ട്, മത്സരം ഇനമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ഇതുവരെ ആ നാടകം സ്കൂൾ യുവജനോത്സവത്തിൽ ഇല്ല എന്ന് വെക്കുക. മുഖ്യമന്ത്രി പറയുകയാണ് അടുത്ത അധ്യയന വർഷം മുതൽ നമ്മുടെ സ്കൂളുകളിൽ യുവജനോത്സവത്തിൽ നാടകം ഒരു ഇനമായിട്ട് മത്സരിക്കാവുന്നതാണ് എന്ന് മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി നോക്കട്ടെ. ചട്ടകൊടഞ്ഞു വരും ഈ പണ്ഡിതന്മാർ മുഴുവൻ. എല്ലാ പണ്ഡിതന്മാരും ചട്ടകൊടഞ്ഞു വരും. അത് പറ്റൂല, അത് ഞങ്ങളെ കുട്ടികൾക്ക് പറ്റൂല, ആ നാടകം അവതരിപ്പിക്കാൻ പറ്റൂല, അത് യുവജനോത്സവത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റൂല എന്ന് വരുമായിരുന്നു. ഏതായാലും നമ്മുടെ ഭാഗ്യത്തിന് എന്നോ ആ നാടകം ഇവിടെ നടന്ന് പാരമ്പര്യമായിട്ട് മത്സരത്തിൽ വരുന്നത് കൊണ്ട് അവർ മുറവിളി കൂട്ടുന്നില്ല എന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഗവൺമെൻറ് അവരുടെ ഏതെങ്കിലും ഒന്നിന് വാങ്ങിക്കൊടുത്താൽ ഇതുപോലുള്ള പല വിപത്തുകളും ഇനി വരാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ചിത്രം വരക്കാൻ ഒരു ഡ്രോയിങ് മാസ്റ്റർ ഇപ്പോൾ സ്കൂളുകളിലുണ്ട്. അത് ഇതുവരെ ഡ്രോയിങ് മാസ്റ്ററോ ചിത്രം വരക്കലോ സ്കൂളുകളിൽ ഇല്ലെങ്കിൽ അടുത്ത അധ്യയന വർഷം മുതൽ ചിത്രം വരക്കാൻ ഡ്രോയിങ് മാസ്റ്റർ എല്ലാ സ്കൂളുകളിലേക്കും നിയമിക്കും എന്ന് പറഞ്ഞു നോക്കി. അപ്പം വരും ഹദീസുമായിട്ട്. എന്താണ്? ബാബു അദാബുൽ മുസവ്വരീൻ. ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യാണ്, ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആയിഷ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അബ്ദുല്ലാ ഇബ്നു സുബൈർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1684, 1685, 1686, ബുഹാരിയിൽ 7558 ഈ ഹദീസുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹ് യൗമൽ ഖിയാമത്തി അൽ മുസവ്വരീൻ. ഇന്ന അശദ്ദന്നാസ്, ഏറ്റവും കഠിനമായ ശിക്ഷ, അദാബൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ എവിടെ? യൗമുൽ ഖിയാമത്ത്, പരലോകത്ത് കടത്തുമ്പോൾ മുസവ്വറൂൻ. ആർക്ക്? ചിത്രം വരക്കുന്നവർക്ക്. ചിത്രം വരക്കുന്ന കലാകാരന്മാർക്കാണ് ഏറ്റവും കഠിനമായ ശിക്ഷ. കള്ളുകുടി, വ്യഭിചാരം, ചീട്ടുകളി, ചൂതാട്ടം, ഇതൊന്നും പടച്ചോനടുക്കൽ അശദ്ദന ഏറ്റവും കഠിനം. അദാബന ശിക്ഷ, ഏറ്റവും കഠിനമായ ശിക്ഷ കള്ളുകുടിക്കല്ല, ചൂതാട്ടത്തിനല്ല, ചീത്തപഴത്തിനല്ല, വ്യഭിചാരത്തിനല്ല, അക്രമത്തിനല്ല, അനീതിക്കല്ല, കൊലപാതകത്തിനല്ല. അശദ്ദുൽ അദാബ്, ഏറ്റവും കഠിനമായ ശിക്ഷാണ് അൽ മുസവ്വറൂൻ. ചിത്രം വരക്കുന്നവർക്ക് പടച്ചോൻ കെട്ടിയിറക്കി മുഹമ്മദ് നബി മുഖേന നമ്മെ പഠിപ്പിച്ച ഹദീസാണ് കൂട്ടരത്. അപ്പം അവിടെ ഉപജീവന മാർഗമായിട്ട് ഓരോ പണിയെടുത്തിരുന്നു. ഇങ്ങനെ ചിത്രം വരക്കുന്ന സമ്പ്രദായം അവിടെ ഒരു പോടൽ കഴിഞ്ഞ് അവരെല്ലാവരും ചട്ടകൊടഞ്ഞു വന്ന്, നബിയെ ഇത് ഞങ്ങളുടെ അന്നം മുട്ടല്ലോ, ഞങ്ങൾക്ക് പ്രയാസമാണല്ലോ, ഞങ്ങളുടെ ഉപജീവന മാർഗമാണല്ലോ എന്നവർ മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് വന്നു, പരാതിയുമായിട്ട് വന്ന്. അപ്പം മുഹമ്മദ് നബി ഒരു ഓപ്ഷൻ കൊടുത്തു, ശരി ഓക്കെ, നിങ്ങളുടെ ഉപജീവന മാർഗമാണെങ്കിൽ നിങ്ങൾ ചിത്രം വരച്ചുകൊള്ളൂ, പക്ഷേ വല്ല മരമോ, ജീവനില്ലാത്ത മരമോ കല്ലോ പാറക്കഷ്ണങ്ങളോ വരച്ചോളൂ എന്നൊരു ഓപ്ഷൻ കൊടുത്ത് അങ്ങനെ അവർ മടങ്ങിപ്പോവേണ്ടി വന്നു. ജീവനുള്ള വല്ലതിനെയും നിങ്ങൾ വരച്ചാൽ അതിന് 10 പ്രാവശ്യം ജീവൻ കൊടുക്കണം. അഥവാ ജീവൻ കൊടുക്കാൻ തന്നെ ജീവൻ കൊടുക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയാത്തിടത്തോളം കാലം അവനെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഇസ്ലാം പറഞ്ഞൊരു സാധന അത്. ഇതിലും വലിയ നാറിയ കേസ് വേറെ വല്ലതും ഉണ്ടോ? ഇത്രയും ഉടുസായ ഒരു മതം വേറെ ഏതെങ്കിലും ഉണ്ടോ? ലോകത്തേതെങ്കിലും മതം നോക്കിയാൽ കിട്ടൂല എന്നുള്ളതാണ് പറയുന്നത്. എങ്കിൽ എല്ലാത്തിനും വസ്ത്രധാനയിലും പിന്നെ കിട്ടിയിട്ടുണ്ട്. മുടിയിൽ പറഞ്ഞിട്ടുണ്ട്, മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല, മുടി ക്രോപ്പ് ചെയ്താൽ ശിക്ഷയാണ്. ആ ശിക്ഷയെക്കുറിച്ച് 1643 ദിവസം നോക്കുക. അത് വിശദമായ കാര്യങ്ങളുണ്ട്, അന്നിപ്പം ഇവിടെ പറയുന്നില്ല, അന്നിപ്പോൾ നമ്മൾ വിഷയമല്ലാത്തതുകൊണ്ട് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വസ്ത്രദാനത്തെക്കുറിച്ച് പറഞ്ഞോളാം. വസ്ത്രദാനം കണങ്കാണിൽ താഴെ വന്നാൽ വൈലുല്ലില്ലാക്കാബ്, നാശമാ. കണങ്കാലിൻ്റെ മുകളിലേക്ക് താഴെക്കെങ്ങാനും വസ്ത്രം താഴ്ന്നു പോയാൽ അത് ഏറ്റവും വൈലാണ്. വൈലുൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞതുപോലെ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്നത് പറഞ്ഞ പോലെ, വൈലുല്ലാക്കാബ് ഏറ്റവും വലിയ ശിക്ഷയാണ് കാലിൻ്റെ അടിയിലേക്ക് വന്നത് പോയി കഴിഞ്ഞാൽ. ഏത്? ബുഹാരിയിൽ 5788 ഹദീസാണ്. മറച്ചു നോക്കി, ഇത്ര വലിയ കാര്യമാണിത്. അതുപോലെ തന്നെ
ഒരു സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പട്ടുവസ്ത്രം ഹറാമാണ്, സ്വർണം ഹറാമാണ്. പട്ടുവസ്ത്രന്മാർക്ക് ആണുങ്ങൾക്ക് സ്വർണം ഹറാമാണ്, ആണുങ്ങൾക്ക് പട്ടുവസ്ത്രവും ഹറാമാണ്. പുരുഷന്മാർക്കോ സ്ത്രീകൾക്ക് അത് ഹലാലുമാണ്. തുർമിദിയിൽ 1720 ഹദീസായിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി ഒരു കാര്യം പറയട്ടെ, സ്വർണം പോട്ടെ, പട്ടുവസ്ത്രം നിങ്ങൾ സ്കൂളുകളിൽ അടുത്ത വർഷം മുതൽ എല്ലാവർക്കും പട്ടുവസ്ത്രമാണ് ഞങ്ങൾ കൊടുക്കേണ്ടതെന്ന് ഗവൺമെൻറ് പറഞ്ഞു നോക്കി. പറയാൻ പറ്റൂല. നിങ്ങളതെങ്ങാനും പറഞ്ഞാൽ പട്ടുവസ്ത്രമാണ് അടുത്ത വർഷം മുതൽക്ക് ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതെന്ന് പറഞ്ഞു നോക്കി, വിടുവരവര്. ഈ പണ്ഡിത വിഭാഗം വരില്ല, തീവ്രവാദികളായിട്ടുള്ള ഈ പണ്ഡിത വിഭാഗം, എല്ലാം മുഴുവൻ പണ്ഡിതന്മാർ വരില്ല. വളരെ തീവ്രമായിട്ടുള്ള വിരലെണ്ണാവുന്ന കുറച്ച് പേരെ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ സുംബ ഡാൻസിനൊപ്പം അടങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ബാക്കിയുള്ള പണ്ഡിതന്മാർക്കൊന്നും അതിൽ അഭിപ്രായമല്ല. ഏതാനും വിരലെണ്ണാവുന്ന കുറച്ച് തീവ്രവാദി പണ്ഡിതർക്ക് അഭിപ്രായമുള്ളൂ. അവർ മുന്നിട്ട് വരും, ഈ ഹദീസും കൊണ്ടുവരും. എന്ത്? പട്ടുവസ്ത്രം മുസ്ലിങ്ങൾക്ക് പറ്റൂല, അത് ഹറാമാണ് എന്ന് പറയും. അതുപോലത്തെ സ്ത്രീ പുരുഷൻ്റെ വസ്ത്രം, പുരുഷൻ സ്ത്രീയുടെ വസ്ത്രവും ധരിക്കുന്നത് ഹറാമാണ്. സ്ത്രീക്കൊരു പ്രത്യേക വേഷം, പുരുഷന് വേഷം, അത് രണ്ടും മിങ്കിൾ ചെയ്തുകൊണ്ട് ധരിക്കാൻ പാടില്ല. സ്ത്രീക്ക് സ്ത്രീയുടെ വസ്ത്രവും പുരുഷൻ്റെ വസ്ത്രവും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാടാൻ പാടില്ല. അതായത് വെൽവെറ്റ് പാൻറ്റുകൾ, ചുരിദാറുകൾ, ഇതൊന്നും പാൻറ്റൊന്നും ഇപ്പോൾ സ്ത്രീകൾക്ക് ഇടാൻ പാടില്ല, പുരുഷന്മാരുടെ ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല എന്നുള്ള. അപ്പം നോക്കണം നിങ്ങൾ, ഈ ഇത്രയും മുടുസായ ഒരു മതം ഇസ്ലാമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ചായം തേക്കാൻ പാടില്ല. ജൂതന്മാരും ക്രിസ്ത്യാനികളും നിരച്ച മുടിക്ക് ചായം കൊടുക്കാറില്ല. ജൂതന്മാരും ക്രിസ്ത്യാനികളും നിരച്ച മുടിക്ക് ചായം കൊടുക്കാറില്ല. അതിനാൽ നിങ്ങൾ ചായം കൊടുക്കുകയും അവർക്കെതിരാവുകയും. ഇതെല്ലാത്തിനും പിന്നെ ഹദീസ് നോക്കിയാൽ ഒരുപാട് കാര്യമുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്താ ചെയ്യണത്? അതിനെതിരാകാം അവർ ചെയ്യണേ. അല്ലാതെ ഞാനല്ല. മുടിക്കും താടിക്കും ചായം കൊടുക്കണം. കാരണം ജൂതന്മാർ കൊടുക്കാറില്ല. ജൂതന്മാർ കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. അല്ലാതെ ചായം കൊടുക്കണതിൻ്റെ മഹത്വമോ കാര്യമോ പ്രത്യേകത അതിൻ്റെ അതിൻ്റെ വസ്തുത ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമല്ല. ആ ജൂതന്മാർ കൊടുക്കില്ല, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. എന്നാൽ ജൂതന്മാർ കൊടുക്കുകയാണെങ്കിലോ നിങ്ങൾ കൊടുക്കരുതെന്നും പറയും. ഇത്രേ ഉള്ളൂ. എന്താണ് ഒരു കാര്യം? ശരിക്ക് നാച്ചുറലായിട്ട് എന്താണോ ശരീരത്തിലുള്ളത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുടി കറുപ്പിക്കുന്നത് മുടിയൊക്കെ നമ്മളൊക്കെ മുടിയൊക്കെ നിരച്ചിട്ടുണ്ട്, പക്ഷേ മുടി കറുപ്പിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, മുടി കറുപ്പിച്ച കാരണത്താൽ ക്യാൻസർ പിടിച്ച് മരിച്ച ഒരുപാട് കേസുണ്ട്. അതൊരു ഗൗരവമുള്ള വിഷയമാണ്. മുടി കറുപ്പിക്കുന്നതും ചായം കൊടുക്കുക എന്നുള്ളതാണ് ദോഷം. കൊടുക്കാതിരിക്കുന്നതാണ് അതിൻ്റെ ഫ്രീ ആയിട്ട് വിടുന്നതാണ് അതിൻ്റെ ശരിയായ വശം. ജൂതന്മാരും ക്രിസ്ത്യാനികളും കൊടുക്കുന്നില്ല, കാരണം ഓല നല്ല ബുദ്ധിയുള്ളവരാ, ഓല കൊടുക്കില്ല, ഓൽക്ക് അപകടമാണ്. അപ്പോൾ ഈ ചായം കൊടുക്കുന്നത് തെറ്റാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും കൊടുക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. അപ്പം നമ്മൾ ചായം കൊടുക്കണം എന്നാണ് ഇവിടെ പറയുക. ഇതും തന്നെ വലിയ ദോഷം ചെയ്യും, ശരീരത്തിന് ദോഷം ചെയ്യും, മുടിക്ക് ദോഷം ചെയ്യും, മറ്റു ഭാഗങ്ങളിലേക്ക് ഇൻഫെക്ഷൻ വരും, കാര്യങ്ങൾ വരും, ദോഷം വരും എന്ന് ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ട് സ്കൂളുകളിൽ പറയുകയാണ്. നിങ്ങൾ മുടിക്കും ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങളിലും നിങ്ങൾ ചായം കൊടുക്കരുത്, കളർ കൊടുക്കരുത് എന്ന് ഗവൺമെൻറ് എങ്ങാനും അതൊരു പ്രഖ്യാപനമായിട്ട് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു നോക്കി, വിടൂല. അതുകൊണ്ട് അവർ പറയും ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ്, ചായം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ മതം പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ വിടൂല, ഇത് ശരിയാവില്ല എന്ന് പറയും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിൽ ഇന്ന് ഈ സുംബ ഡാൻസിൽ കീഴടങ്ങി കൊടുത്താൽ വരും തലമുറയിൽ ഒന്നും ശ്വസിക്കാൻ പോലും ഒരു അവകാശം നിങ്ങൾക്ക് തരില്ല. വളരെ കുൽസിതമായ വളരെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളും നടപ്പിലാക്കാനുള്ള തന്ത്രത്തിൽ വരും. ഇനി കൂടുതലായിട്ട് പറയുന്നില്ല, വളരെ കാര്യങ്ങൾ സമഗ്രമായിട്ട് ധാരാളം പറയാണ്ട്, അത് നമുക്ക് അടുത്ത് പറയാം. ഇനിയൊരു കാര്യം പറയാണ്ട്, എങ്ങനെയായിരിക്കണം ഒരു ക്ലാസ്സിലെ അന്തരീക്ഷത്തിൽ സ്ത്രീയും പുരുഷനുമായിട്ട് ഇടകലർന്ന് നിൽക്കാൻ പറ്റൂല എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ചർച്ച. ശരി, നമ്മളൊക്കെ ഖുർആനിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഖുർആനിൽ 24:30 പറയുന്നു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന്ന മിൻ അബ്സ്വാരിഹിന്ന. നിങ്ങളൊരു സ്ത്രീയെ കണ്ടാൽ കണ്ണ് ചുംബണം,
സ്ത്രീ ഒരു പുരുഷനെ കണ്ടാൽ കണ്ണു ചുംബണം. ഈ ആയത്ത് വെച്ചിട്ട് ഒരു PGക്കോ ഡിഗ്രിക്കോ ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും പഠിക്കുന്ന കുട്ടികളും ഒരു 2 വയസ്സിന് വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ അടുത്ത ടീച്ചർമാരും കുട്ടികളും തമ്മിൽ. അവരുടെ മുമ്പിൽ ഈ കുട്ടികളെങ്ങനെ ഇരിക്കുക? ഞാൻ LP സ്കൂളിൽ വിടട്ടെ, ഹൈസ്കൂളിലും PGക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവരുടെ മുമ്പിൽ ഈ കുട്ടികളും അധ്യാപകനും എങ്ങനെ നിൽക്കും? ഈ ഖുർആനിൻ്റെ ആയത്ത് വെച്ചിട്ട്. ആണ് പെണ്ണിനെ കണ്ടാൽ കണ്ണ് താത്തണം, പെണ്ണ് ആണിനെ കണ്ടാലും കണ്ണ് താത്തണം എന്നാ പറഞ്ഞത്. ഇതിന് എന്തോ കുറേ വ്യാഖ്യാനമുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടല്ല, പടച്ചോൻ പച്ചായിട്ട് പറഞ്ഞത്. ഇതുപോലുള്ള ഒരുപാട് ഉടസായ ചിന്താഗതികൾ വിവരിച്ചിട്ടുള്ള ഖുർആനും ഹദീസും വളരെ കാര്യഗൗരവത്തിൽ എല്ലാവരും ഒന്ന് പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇതുപോലുള്ള ഈ സുംബ ഡാൻസ് പോലുള്ള ഏത് വിഷയമുണ്ടെങ്കിലും അതിനൊന്നും തന്നെ അടിയറവ് പറയരുത് എന്ന ഒരൊറ്റ അഭ്യർത്ഥന മാത്രം ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം നിർത്തുന്നു.